ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹജീബ് ഖാൻ. H4A മ്യൂസിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മൊബൈൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മോട്ടറോളയുടെ G82 എന്ന് പറയുന്ന മോഡലാണിത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ അൺബോക്സിങ് ആൻഡ് ഒരു റിവ്യൂ. കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഫോണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ്. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ മേലെ തന്നെ നമുക്ക് ഫോൺ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഫോൺ നമുക്കിവിടെ വെക്കാം. ഇനിയിപ്പോൾ ഇതിൽ വരുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേപ്പേഴ്സ്, കാർഡ്, പിന്നെ എജക്ടർ പിന്നൊക്കെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. കുറേ ഫോണിനൊന്നും ചാർജേഴ്സ് ഒന്നും കിട്ടാറില്ല. അത് സി ടൈപ്പ്, അതിൻ്റെ കേബിൾ വരുന്നുണ്ട്. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. പേപ്പറൊക്കെ ഇതിലുണ്ട്. ഓക്കെ, ഇത് നമ്മൾ മാറ്റിയേക്കാം. സ്റ്റിക്കർ ഒക്കെ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. വെറുതെ ജസ്റ്റ് വെച്ച് നോക്കാം. ഇതാണ് നമ്മളെ ഫോണ്. ഇതിന് കേസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ ഒരു കാണിച്ചാൽ കേസ് ഇട്ടിട്ട് തന്നെയാണ് ഫോൺ വരുന്നത്. നല്ല കേസാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള കേസാണ്. വൈറ്റ് ലില്ലി എന്ന് പറഞ്ഞൊരു മോഡലാണ്. കാണാൻ ഒരു ഗ്ലാസ് ഇഫക്റ്റ് ഉണ്ട്. സംഭവം പ്ലാസ്റ്റിക്കാണ്. ഫ്രണ്ടിൽ ഗ്ലാസ്സാണ്. ഫ്രെയിം അതുപോലെ ബാക്ക് കേസൊക്കെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇതാ സൈഡ് ഇവിടെയാണ് ഫിംഗർ സെൻസർ വരുന്നത്. ഇത് വോളിയം ബട്ടൺ. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇവിടെയാണ്, പഞ്ച് ഹോൾ രീതിയിൽ. മേലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. ഒരു സ്റ്റീരിയോ സ്പീക്കർ, അത് ഡോൾബി അറ്റ്മോസ് ഫീച്ചർ ഉള്ളതാണ്. ഇത് അടിയിൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ ചാർജർ അതുപോലെ ഡാറ്റ കേബിളൊക്കെ കണക്ട് ചെയ്യാവുന്ന സി ടൈപ്പ് ഇതാണ് വരുന്നത്. പിന്നെ ഇത് എന്താ പറയുക, ഒറിജിനൽ മൈക്ക് വരുന്നത്. പിന്നെ 3.5 mm ജാക്കും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പുറത്തുനിന്ന് കാണുന്ന ഇത്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ നമ്മൾ സിം ഇടാനുള്ള ട്രൈ വരുന്നുണ്ട്. ഇത് ഹൈബ്രിഡാണ് വരുന്നത്. അതിൽ ഒന്നെങ്കിൽ 2 സിം ഇടാം, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാം. ഇതിന് ക്യാമറയുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ LED വരുന്നുണ്ട്, ഫ്ലാഷ്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറയ്ക്ക് വീഡിയോ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. എന്താ OIS ക്യാമറയാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ OIS ക്യാമറയാണ് വരുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത് 160.9, 74.5, പിന്നെ 8 mm. അങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഗ്ലാസ്, ഫ്രെയിം, ബാക്കൊക്കെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് POLED ആണ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ലിമ്മാണിത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 173 ഗ്രാം, 173 ഗ്രാം മാത്രമേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണത്. ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് 12 ആണ് ഇൻബിൽറ്റ് വന്നിട്ടുള്ളത്. ഇതിന് അപ്ഡേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആപ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ചിപ്പ് സെറ്റ് വരുന്നത് ക്വാൾകോം SM6375, സ്നാപ്ഡ്രാഗൻ്റെ 695 5G എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്പ് സെറ്റാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡുണ്ട്. പെർഫോമൻസൊക്കെ അടിപൊളിയാണ്, നല്ല സ്പീഡുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യണമെങ്കിലൊക്കെ വളരെ നല്ല സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം സ്പീഡ് കിട്ടുന്നു.
ഇതൊക്കെ ഉണ്ട്, നല്ല സ്പീഡുണ്ട്. ഇതിൻ്റെ വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 GB റാമിലും വരുന്നുണ്ട്, 8 GB റാമിലും വരുന്നുണ്ട്. പിന്നെ മെമ്മറി വരുന്നത് 128 GB ആ ഒരൊറ്റ വെർഷനാണ് വരുന്നത്. കളർ 2 കളർ വരുന്നുണ്ട്, ഒരു ഗ്രേയും വരുന്നുണ്ട്, പിന്നെ ഈ വൈറ്റ് ലൈറ്റിൽ പറഞ്ഞിട്ടുള്ള ഈ മോഡലും വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 MP അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ഇതിപ്പോൾ ഇപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചത് കണ്ടില്ല, അത്യാവശ്യം ക്ലിയർ ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ ക്യാമറയിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഓപ്ഷൻസ് വരുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്ട് ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ. അതിൽ വരുന്നത് എന്താ പറയുക, നൈറ്റ് വിഷൻ വരുന്നുണ്ട്, പാനോർമ വരുന്നുണ്ട്, ഗ്രൂപ്പ് സെൽഫി വരുന്നുണ്ട്, അൾട്രാ റെസൊല്യൂഷൻ വരുന്നുണ്ട്, ഡ്യുവൽ ക്യാപ്ചർ ഉണ്ട്. ഇത് നല്ലൊരു സംവിധാനത്തിൽ വരുന്നുണ്ട്, ഡ്യുവൽ ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് വീഡിയോയും കിട്ടുന്നുണ്ട്, ഫോട്ടോയും കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നമുക്കത് സെൽഫി ക്യാമറയും റിയർ ക്യാമറ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇത് നമുക്ക് ഫോട്ടോ എടുക്കാനും യൂസ് ചെയ്യാം, വീഡിയോക്ക് ആയാലും ഇതേ സംവിധാനം വരുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുക്കാനും ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ആംഗിളിൽ യൂസ് ചെയ്യാം. പോർട്രേറ്റ് മോഡിൽ യൂസ് ചെയ്യാം, ഇങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ. അത് ക്യാമറയ്ക്ക് വരുന്നതാണ്. ക്യാമറ വീഡിയോ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. മാത്രമല്ല ഈ വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അതിലെടുത്ത വീഡിയോ ആണ്, അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലെടുത്ത ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം, നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. കണ്ടല്ലോ. പിന്നെ മാക്രോ ലെൻസൊക്കെ നല്ല വർക്കിംഗ് ആണ്. മാക്രോ ലെൻസ് വഴി ഞാൻ എടുത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് മാക്രോ ലെൻസ് യൂസ് ചെയ്തെടുത്ത വീഡിയോ ആണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല മറ്റേ ഉറുമ്പിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. 2 സൈഡ് സ്പീക്കർ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ അടിയിൽ സ്പീക്കർ വരുന്നുണ്ട്, മേലെ സ്പീക്കർ വരുന്നുണ്ട്. ഇത് ഡുവൽ സ്പീക്കർ എന്ന് മാത്രമല്ല ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉള്ളതാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ നല്ല വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, നല്ല ഇഫക്റ്റിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഒന്ന് വെച്ച് തരാം. സ്പീക്കർ ഇപ്പോൾ സ്പീക്കർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. വോയിസ് റെക്കോർഡിങ് ഇതിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ. ബ്ലൂടൂത്ത് ഇതിൽ ലേറ്റസ്റ്റ് വെർഷനാണ്, 5.1 വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ USB Type C ആണ് വരുന്നത്. പിന്നെ സെൻസർ വരുന്നതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അതിവിടെ വരുന്നുണ്ട്, സൈഡ് മൗണ്ടറാണ്. പിന്നെ വരുന്നത് ആക്സലറോമീറ്റർ വരുന്നുണ്ട്, എയറോ വരുന്നുണ്ട്, പ്രോക്സിമിറ്റി വരുന്നുണ്ട്, കോമ്പസ് വരുന്നുണ്ട്. ഇത്രയും സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ വരുന്നത് നമുക്ക് തന്നിട്ടുള്ളത്, ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പിന്നെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. LiPo ബാറ്ററിയാണ് വരുന്നത്. നോൺ റിമൂവബിൾ ആണ് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. ബാറ്ററി എനിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് 2 ദിവസം എങ്ങനെയായാലും കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ 3 ദിവസം കറക്റ്റ് കിട്ടുന്നുണ്ട്. അതായത് കുറച്ച് യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ 3 ദിവസം എനിക്ക് കറക്റ്റ് ബാറ്ററി കിട്ടുന്നുണ്ട്. 3 ദിവസം കിട്ടുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമായി. അതായത് കൂടുതൽ നെറ്റൊന്നും ഉപയോഗിക്കാതെയാണ് അന്ന് അങ്ങനെ കിട്ടിയത്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 2 ദിവസം എന്തായാലും കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഞാൻ ഇതിൽ വീഡിയോസിനൊക്കെ കണ്ടിട്ട് അത്യാവശ്യം എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിങ്ങിനൊക്കെ പറ്റിയ നല്ല പ്രോസസ്സറാണ്. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഗെയിം എടുത്ത് കാണിച്ചു തരാം.
പിന്നെ മെയിൻ നമ്മളെ ഈ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും മൊബൈൽ NFC സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഉപകാരമാണ്. ഇപ്പോൾ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാതും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറയുക, കാർഡായാലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഫോർമേഷൻ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് ആണ്, പിന്നെ കാണാൻ അത്യാവശ്യം ക്യൂട്ടാണ്. മോട്ടറോളയുടെ അവരുടെ ആ ഒരു എല്ലാ സംഭവങ്ങളും ഇതിൽ പെടുത്തുന്നുണ്ട്. അവരുടെ ഇപ്പോഴാണ് കുറച്ചൊരു ചേഞ്ച് വരുത്തി തുടങ്ങിയത് പുതിയ മോഡലിനൊക്കെ. എഡ്ജിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ അല്ലെങ്കിൽ അതിനൊക്കെയാണ് കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ളത്. അല്ലാത്തൊരു ഇതെല്ലാ മോഡലിനും അവരുടെ ഒരു സിഗ്നേച്ചർ മാതിരിയാണ്. ക്യാമറ ഈ സ്റ്റൈലിൽ വരിക, പിന്നെ അവരുടെ ആ ഒരു എംബ്ലം അങ്ങനെ അത് പഞ്ച് ചെയ്ത പോലെ ഇവിടെ ഇരിക്കുന്നത് ആ ഒരു സ്റ്റൈൽ. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്, നല്ല കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇതിന്. പിന്നെ വെയ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ വളരെ വെയിറ്റ് കുറവാണ് കേട്ടോ. നല്ല ഒരു നമുക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല അങ്ങനത്തെ ഒരു ഫീലുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു ഫോണാണ്. ഇതിൻ്റെ ഇത് ഒരു ചെറിയൊരു വിഷയം, 1-2 വിഷയങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 21,500 ആണ് ഇതിന് വരുന്നത്. ഈ വേരിയൻറ്റിന് എനിക്ക് കിട്ടിയ റേറ്റ്, അതായത് 8GB RAM 128GB മെമ്മറി. ഓക്കെ, പക്ഷേ അത് ആ ഒരു റേറ്റിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്വാളിറ്റി ഉണ്ട്, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ ഒരു സമാധാനമുണ്ട്. പിന്നെ ചെറിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സൗണ്ട് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ ബാക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ചിലപ്പോൾ ഇത് വെയ്റ്റ്ലെസ് ഫോൺ ആയതുകൊണ്ടായിരിക്കാം, വളരെ വെയിറ്റ് കുറവാണ്. ഒരു സാധാരണ ഒരു ആവറേജ് ഫോണൊക്കെ വരുമ്പോൾ എങ്ങനെയായാലും അബോവ് 180 ഗ്രാമാണ് എല്ലാത്തിനും വരുന്നത്. 180 ഗ്രാം അല്ല, ശരിക്കും 190 ഗ്രാം എല്ലാത്തിനും വരുന്നുണ്ട്. ഇത് അത്രയും കുറവാണ് ഇതിന് വന്നിട്ടുള്ളത് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കാം എന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് വലിയ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. നല്ല ക്ലാരിറ്റി, സൗണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്, നല്ല അത്യാവശ്യം ക്ലാരിറ്റിയിൽ. പിന്നെ അതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിലും അത്യാവശ്യം നോയ്സ്, ഈ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നല്ല വർക്കിംഗ് ആണ്. അത്യാവശ്യം നോയ്സ് ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിപ്പോൾ 5G എനിക്കിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സിം 5G യൂസ് ചെയ്യാത്ത കാരണം 5Gയുടെ കാര്യം അറിയില്ല. എന്നാലും ഇവർ അപ്പോൾ 15 bands ആണെന്ന് തോന്നുന്നു ഇവർ പറയുന്നത്. 50 bands എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഒരു ഇതെല്ലാം സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് 5G ഇവർ അഷ്യൂർ ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ Android 12-ന് നെക്സ്റ്റ് അപ്ഡേറ്റ് ഇവർ ഓൾറെഡി അഷ്യൂർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമുള്ളത് പറഞ്ഞിട്ടില്ല. എന്തായാലും Android 13 വന്നു കഴിഞ്ഞാൽ ഇതിൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് അതിൻ്റെ ഒരു ഗുണമുണ്ട്. ഒരു ഓൾറൗണ്ടർ ഫോണായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഫോണായിട്ട് തോന്നില്ല. ഇപ്പോൾ ഒരു ക്യാമറ ആയാലും, ക്യാമറ 50 MP വരുന്നുള്ളൂ. പക്ഷേ ആ 50 MP അവർ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. OIS ക്യാമറ ആയ കാരണം അത്യാവശ്യം സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഒന്നും അത്യാവശ്യം ചെറിയ വൈബ്രേഷൻ ഒന്നും വിഷയം വരുന്നില്ല. പിന്നെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴും അത് വല്ലാണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഒരു ഒഴുക്കിൽ പോകുന്നുണ്ട്. ഫോട്ടോ എടുക്കാനായാലും മാക്രോ ലെൻസൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓൾറൗണ്ടർ ഫോണായിട്ട് പറയാം നമുക്ക്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഈ ഫോണിൻ്റെ സവിശേഷതയായിരിക്കും എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അത്യാവശ്യം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻറ്റ്, ലൈക്ക്, ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്നാൽ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ് HAJEEB. ഗുഡ് ബൈ.